അസ്സലാമു അലൈക്കും. എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സമാധാനം, സന്തോഷം, ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കട്ടിങ് നമ്മൾ ലൈവായിട്ട് കൊടുത്ത ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആണെന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, വീഡിയോ കാണുന്നതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരായാലും ഇനിയിപ്പോൾ നിലവിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായാലും അതേപോലെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവർ ഈ ഒരു മേഖല ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലുള്ള ഈ ക്ലാസ്സിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യണം. സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു 10 രൂപ വരുമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞതൊരു വലിയ കാര്യമാണ്. അത് നിങ്ങൾ ചെറുതായിട്ട് ഒരിക്കലും കാണണ്ട. കാരണം നമ്മളെ കയ്യിലൊരു 10 രൂപ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളത് എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്നും നമുക്കൊരു സ്റ്റാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിവുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളെന്നും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു 10 രൂപക്കായാലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാനസിക വിഷമങ്ങൾ, ടെൻഷൻ ഉണ്ടാവും. ആരും തരാഞ്ഞിട്ടോ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകാഞ്ഞിട്ടോ അല്ല, പക്ഷെ നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞതൊരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അതിലേറെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഏൺ ചെയ്യണതിലുപരി മറ്റു കാര്യങ്ങൾക്കാണല്ലോ നമുക്ക് പണം വേണ്ടത്. അതിലുപരി നമുക്കൊരു തുണി കിട്ടിയാൽ, ചെറിയ പൈസക്ക് ഒരു തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അളവിൽ അത് സ്റ്റിച്ച് ചെയ്തിടുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണണം. അപ്പോൾ സ്റ്റിച്ചിങ് മേഖലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതേപോലെ സ്റ്റിച്ചിങ് അറിയാം, ഞാൻ ഇതിൻ്റെ കുട്ടികളുടെയൊക്കെ സ്റ്റിച്ച് ചെയ്യും, പക്ഷേ ഞാൻ പുറത്തേക്ക് ചെയ്ത് കൊടുക്കാറില്ല, അങ്ങനെ പറഞ്ഞവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളിത് ചെയ്യണം, നമുക്ക് എന്തുകൊണ്ട് പുറത്തേക്ക് ചെയ്ത് കൊടുത്തുകൂടാ? നമുക്ക് കഴിയില്ല എന്ന് തോന്നാൻ കാരണം എന്താണ്? ധൈര്യമില്ലായ്മല്ലേ? ധൈര്യമില്ലായ്മ പരിഹരിക്കാൻ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ധൈര്യത്തോടെ കട്ട് ചെയ്യൽ എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുക. ക്ലാസ്സിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാക്കി തരിക, കട്ടിങ്ങിന് ധൈര്യം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സെക്ഷന്. സ്റ്റിച്ചിങ് നമ്മൾ രണ്ടാമതേ ചിന്തിക്കണുള്ളൂ. ആദ്യം ഒരാൾ അളവെടുത്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് സ്വയം അളവെടുത്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈനാണ് പഠിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ വേണ്ട. ഓഫ്ലൈനിലേറെ ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ ക്ലാസ് തരുന്നത്. പിന്നെ ഒരു വീഡിയോ അഡ്വാൻസ് ആയിട്ട് തരുമ്പോൾ നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കാണാൻ കഴിയും. എന്നിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എന്താണോ നിങ്ങളുടെ ഡൗട്ട്സ് അത് വീഡിയോ കോളിൽ വന്നിട്ട് പരിഹരിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ പരിഹരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ലൈവായിട്ട് ബ്ലൗസിൻ്റെ ക്ലാസ് കൊടുത്തിരുന്നു. ലൈവ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഒരാളെ ബോഡിയിൽ അളവെടുക്കുക, എങ്ങനെ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്യുക, മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചെസ്റ്റ് അളവിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കണ്ടെത്താൻ കഴിയുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് നെക്കിനെ ബാക്ക് നെക്ക് ഡീപ്പായിരിക്കുമ്പോൾ ഷോൾഡർ എത്രത്തോളം കുറക്കണം, അത് ഏത് രീതിയിൽ കുറക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ബോഡിൻ്റെ അളവിനെ വെച്ചിട്ട് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തിട്ടാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ബാച്ചിൽ ഉള്ള സ്റ്റുഡൻറ്റിന് നമ്മൾ ക്ലാസ് കൊടുത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 290 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ബോഡി മെഷർമെൻറ്റിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ 80 86 81 49 49 പറഞ്ഞ് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്ലൗസ് പഠിക്കണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം, സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടണം, ഒരു വരുമാന മാർഗം കണ്ടെത്തണം, വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയണ്ട, മുഷിഞ്ഞു പോണ്ട. ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു മെഷീനാണെങ്കിൽ അതൊക്കെ തട്ടി നന്നാക്കി എണ്ണൊക്കെ കൊടുത്ത് ഒന്ന് ഡെവലപ്മെൻറ്റ്, നമുക്ക് ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ, മാറാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മളെ കൂടെ ഈ ഒരു മേഖലയിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റത്തിന് നിങ്ങളെ കൂടെ നിൽക്കാൻ നമ്മളും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലൗസിന് ലെങ്ത്ത് എടുത്തു, ഷോൾഡർ എടുത്തു, ആം ഹോൾ എടുത്തു, ചെസ്റ്റ് എടുത്തു, ഷേപ്പ് എടുത്തു, എല്ലാം നമ്മൾ തുണിയിൽ കട്ടിങ് വരെയുള്ള ക്ലാസ്സാണ് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ഫീല്, നമ്മൾ ഒരു കുടുംബശ്രീ സംരംഭക എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണത് എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ചൊരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് 290 രൂപയ്ക്ക് നമ്മൾ 3 ദിവസത്തെ ലൈവാണ് കൊടുത്തത്. 3 ദിവസം ലൈവും റെക്കോർഡഡ് വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ, മടിച്ച് നിൽക്കണ്ട. നമുക്ക് 10 രൂപ ഏൺ ചെയ്യാനൊരു അവസരമാണ്. പ്രായം ഒന്നിനും ഒരു വിഷയമല്ല കേട്ടോ. ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. ചിലർ പറയും, ഇപ്പോൾ എനിക്ക് 40 വയസ്സൊക്കെ ആയില്ല, ഇനി എന്ത് പഠിക്കാനാ, ഇനി എന്ത് ചെയ്യാനാ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനി 45 ആയാലും
നമ്മളെ ക്ലാസ്സിൽ 6 വയസ്സ് 6 സ്റ്റാൻഡേർഡ് പഠിക്കണ കുട്ടി മുതൽ 72 വയസ്സായ ടീച്ചർ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് എല്ലാ ജില്ലകളിൽ നിന്നും പുറത്തുനിന്ന് സ്റ്റുഡൻ്റ് ഉണ്ട്. എല്ലാവരും ഫീഡ്ബാക്കും മിക്ക പേരും നമ്മളെ വിളിക്കാറ് എത്ര രൂപ ഇതിന് കൂലി വാങ്ങണം ചോദിച്ചിട്ടാണ് അവർക്ക്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും ടിപ്സ് ആയാലും ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളായാലും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടായെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഇട്ട് ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലേക്ക് മാറാൻ കഴിയും. എല്ലാത്തിനും നമുക്ക് വേണ്ടത് ധൈര്യമാണ്. അപ്പോൾ ആ ധൈര്യം ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ ഏൺ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാൻഡ് പീസ്, പിന്നെ ഇത് കൈ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നെക്കിന് ക്രോസ് പീസാണിത് കേട്ടോ. 1 ഇഞ്ചും 0.1 ഈ ക്രോസ് പീസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, കണ്ടോ, 1 ഇഞ്ചും 0.1 കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മാർപീസ് വേണം, കട്ടിങ് പീസ് ഇത് 3 പീസ് വേണം. ഇപ്പോൾ ഇത് ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ 2 പീസും കൂടെ കണ്ടെത്തണം. അപ്പോൾ ഇതാണ് 1 പീസ്. പിന്നെ ഇതിൻ്റെ ഉൾവശത്തേക്ക് കൊടുക്കാൻ നമുക്ക് ഈ വേസ്റ്റ് പീസ് ഉപയോഗിക്കാം കേട്ടോ. ഉൾവശത്ത് കൊടുക്കാൻ ഈ വേസ്റ്റ് പീസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഈ ലൈൻ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വേസ്റ്റാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് തുമ്പാണ്, അതുകൊണ്ടാണ് ഇത്ര കട്ട് ചെയ്യണത് കേട്ടോ. ഇത്ര മതി. ഓക്കെ, ഇതാണ് മുൻ പീസ്. പിന്നെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്ക് പീസ്, ഇത് നെക്ക് കേട്ടോ, ഇത് ആം ഹോള്, ഇത് ഷേപ്പിക്ക് നമ്മൾ 3/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ താഴ്ഭാഗത്ത് കൊടുക്കാനുള്ള പീസ് ഉണ്ടാക്കണം. താഴ്ഭാഗത്ത് മടക്കി അടിക്കാനുള്ള പീസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മടക്കി അടിക്കാനുള്ള പീസ് മടക്കി അടിക്കാൻ നമ്മളൊരു 2.5 ഇഞ്ച് നീളമാണ് എടുക്കുന്നത് കേട്ടോ. 2.5. ഓക്കെ, ഇത് കട്ടിങ് കറക്റ്റാണ്, 2.5ലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മാർപീസാണ് വേണ്ടത്. മാർപീസ് ഇതുമെന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാർപീസ് നമുക്ക് കട്ടിങ് വെച്ചതിന് ശേഷമുള്ള നീളം നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്ലൗസിന് ഇനി നമ്മൾ ഈ ഇതൊക്കെ ഇന്നലെ ക്ലാസ് എടുത്ത സമയത്ത് വരച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടോ, ഇത് ഉൾവശമാണ് കേട്ടോ. നല്ല ഭാഗം ഇതാണ്, ഇത് ഓപ്പോസിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം കറക്റ്റ് ചെയ്യുക. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയും ചെയ്യുക. സൂചി ഇട്ടുങ്ങാണ്ട് കുത്തിയിട്ട് പുറത്ത് വരച്ച് കൊടുക്കും ചെയ്യുക കേട്ടോ. കണ്ടോ, ഈ ലൈനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് മടക്കാനുള്ള ഈ ഭാഗത്താണ് ഇവിടെ ലൈൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ മടക്കിയാൽ മതി. ഓക്കെ, അതേപോലെ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ.
ഇനി നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആദ്യം നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്ക് ഇടുക, കട്ടിങ് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ആദ്യം ചെയ്യാം. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ, ഇതെന്തിനാന്ന് വെച്ചാൽ കട്ടിങ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉണ്ടോ, ഇവിടെ ഒരു ചെരിവുണ്ടാവും കേട്ടോ. ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇത് ഒരു പീസ് മടക്കി വെച്ചതല്ലായിരുന്നോ, അതുകൊണ്ട് നമ്മൾ ഇത് വേസ്റ്റാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ കട്ടിങ് പീസാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭാഗമാണിത് കണ്ടോ, ഇത് നല്ല വശമാണ്. വരക്കണതൊക്കെ ചീത്ത വശത്തായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ചീത്ത വശം, ഇത് ഉൾഭാഗം നല്ല വശം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈനിങ് ആദ്യം നമ്മൾ വേസ്റ്റ് പീസാണ് വെക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ബ്ലൗസിൻ്റെ നല്ല പീസ് വെച്ചു. അതിൻ്റെ മേലെ നമ്മളെ കട്ടിങ് പീസ് വെച്ചു. ഓക്കെ, കട്ട് പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം ഇങ്ങോട്ട് വന്നാൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടത് ഭാഗത്താണല്ലോ സ്റ്റിച്ചിങ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് നമ്മളെ ടക്ക് പോയിൻറ്റിൻ്റെ മുൻവശത്തേക്ക് വരുന്ന ഭാഗം. അപ്പോൾ ഈ ഭാഗം ഫസ്റ്റ് വന്നാൽ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ സൈഡിലേക്ക് വരുന്ന ഭാഗമാണ് സ്റ്റാർട്ടിങ്ങിൽ വരിക. ഓക്കെ, രണ്ടും ഒരേ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റായിട്ട് വരില്ല, ഒരേ വശത്തേക്ക് വരും. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറിക്കുമ്പോൾ രണ്ടും ഈ ഒരു വശത്തേക്ക് മാത്രം വരും. രണ്ടും ഓപ്പോസിറ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാൽ ഒന്ന് ഇവിടെ നിന്നാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കിൽ നിന്നാണ് തുടക്കം വരിക, സൈഡിൽ നിന്നാണ് തുടക്കം വരിക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതുമെന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ഈ വശത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത് തുടങ്ങുന്നത് കണ്ടോ, രണ്ടാമത്തെ ഭാഗം ഷേപ്പ് നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഷേപ്പ് വശത്തു നിന്നാണ് രണ്ടാമത് തുടങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെ ഇതിനെടുത്തത്, നമ്മൾ ഒരു വേസ്റ്റ് പീസ് എടുത്തു, പിന്നെ ബ്ലൗസിൻ്റെ തന്നെ നല്ലൊരു പീസ് എടുത്തു, നമ്മളെ കട്ടിങ് പീസ് കൊടുത്ത് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ മറച്ചു കണ്ടോ, ഇതിനെങ്ങനെ മറച്ചിട്ട് തുമ്പ് താഴേക്കാക്കിട്ടോ. ഇതുമ്മലാണ് പ്രസ് ചെയ്യണത്. ഇതുമ്മ ഒരു കാരണവശാലും പ്രസ് ചെയ്യൂല, ഇവിടെയാണ് പ്രസ് ചെയ്യണത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് ഒന്നുമില്ലല്ലോ, ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇത് ലോക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ട് കട്ടിങ്ങും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ സൈഡ് ഇതേപോലെ നേരത്തെ മാർക്ക് ചെയ്തത് മാറിപ്പോയതാണ് കേട്ടോ. ഇത് നല്ല വശമാണ് കേട്ടോ.
എന്നിട്ട് നമ്മൾ ഇനി ഉൾവശത്ത് കൊടുക്കാൻ നല്ല പീസ് തന്നെ ഉണ്ടെങ്കിൽ അതന്നെ കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. പീസ് ഇല്ലാഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതന്നെ കൊടുക്കാൻ ഈസിയാണ്. പീസ് ഇല്ലാഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാം എന്ന് ചോദിക്കണേ. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഉൾവശത്തേക്ക് ഈ രീതിയിൽ കൊടുത്താൽ ഇത് കാണൂല, നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കാം, കണ്ടോ ഈ രണ്ട് ഭാഗവും ഇങ്ങോട്ടല്ലേ വന്നത്. നമ്മൾ തെറ്റിപ്പോയാൽ ഇങ്ങനെ വരും, ഈ ഭാഗത ഇത് വരും അല്ല, രണ്ടും ഒരു സൈഡിക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടാവും. രണ്ടും ഒരു സൈഡിക്ക് ഓപ്പോസിറ്റിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പം അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ വരണം കേട്ടോ. ഇത് നല്ല ഭാഗവും ഇതേപോലെ ഒരേ ഭാഗത്തേക്ക് വരണം. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ ടക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടക്കിന് നമുക്ക് ചെസ്റ്റ് അളവുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ അളവുകൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിന്നായി വരും കേട്ടോ. അതേപോലെ ഇവിടെ ഈ ഒരു ഫൂട്ടിൻ്റെ വീതിയിൽ മതി കേട്ടോ, സ്റ്റാർട്ടിങ് ഫൂട്ടിൻ്റെ വീതിയിൽ മതി. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിന്നായി വരിക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ അതേപോലെ തന്നെ കേട്ടോ. ഇവിടെ 4 ഇഞ്ചിൽ പിടിക്കുക, 4 ഇഞ്ചിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തിന്നായി വരിക. അങ്ങനെ നമ്മൾ ഒരു കപ്പ് സെറ്റ് ചെയ്തു കേട്ടോ. ഇനി രണ്ടാമത്തെ ഇതിൽ ഇതേപോലെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഇങ്ങനെയാണ് 3 ഇഞ്ച് വരേണ്ടത് കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ 3 ഇഞ്ച് കിട്ടണം നമുക്ക്. ഓക്കെ, ഇങ്ങോട്ടെത്തുമ്പോൾ തിന്നായിരിക്കണം കേട്ടോ. ഇത് നമുക്കൊരു ഫൂട്ടിൻ്റെ വീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തിന്നായി വരിക. ഓക്കെ, അതേപോലെ ഈ ലൈന് വരച്ചത് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈന് വെച്ചിട്ട് തന്നെ ടക്ക് ഇട്ടാൽ മതി. ലൈന് വെക്കാതെ മാർക്കിംഗ് മാത്രമാകുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. കപ്പ് ഉണ്ടാക്കി കേട്ടോ. ഓക്കെ, കണ്ടോ നമ്മൾ കപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ബാൻഡ് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാൻഡ് വെക്കുമ്പോൾ നല്ല ഭാഗതാ മാർക്കിംഗ് ഇല്ലാത്ത ഈ ഭാഗം ഇതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുടുങ്ങരുത്. ഇതിങ്ങനെ മേലോട്ട് മടക്കി വെക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ മേലോട്ട് കോണായി മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് നോക്കാം, ചുളിവൊന്നും വരാൻ പാടില്ല കേട്ടോ. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി വെക്കണം. കണ്ടോ, ഇതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതലാക്കി മേലോട്ട് കയറ്റി വെക്കുക കേട്ടോ. ഇത് വെച്ചു കേട്ടോ. കണ്ടോ, താഴ്ഭാഗത്തെ ബാൻഡ് നമ്മൾ വെച്ചു. ഈ തുമ്പ് ബാൻഡുമ്മക്ക് വെക്കുക. ഇങ്ങനെ ഒരിക്കലും മേലോട്ട് വെക്കരുത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രസ്സിങ് കൊടുക്കുക കേട്ടോ. ബാൻഡുമ്മലാവണം പ്രസ്സിങ് കൊടുക്കണം കേട്ടോ. തുമ്പ് താഴോട്ട് വരണം കേട്ടോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ,
കണ്ടോ? ഇതേപോലെ ചെയ്യാം. ഒന്ന് ഇവിടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ടക്ക് ഇട്ടു, ബാൻഡ് വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗം ഇപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വെക്കുക. ഇത് സൂം ചെയ്താടി. ഇത് 1/2 ഇഞ്ച് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇതിനെ കണ്ടോ ഇങ്ങോട്ട് മടക്കി വെക്കുക. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പൊസിഷനിൽ എത്തിപ്പെടും. മറ്റേത് നമ്മൾ ഈ ബാക്ക് ഭാഗത്തുനിന്നാണ് തുടങ്ങുന്നത്, സൈഡ് ഭാഗത്തുനിന്നാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ കൊണ്ട് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ തുടങ്ങണം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിതും ഇതേപോലെ ഒന്ന് നഖം കൊണ്ട് അമർത്തിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ മാർപ്പീസ് വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പ് നമ്മളിത് രണ്ടും ഒരേപോലെയാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. കറക്റ്റാണ് നമ്മളെ ഇതൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതൊന്ന് കാണിക്കാം. കണ്ടോ? സ്റ്റിച്ച് രണ്ടും ഒരേപോലെയാണ്, രണ്ടും ഒരേ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. 2 സ്റ്റിച്ചും ടക്കിൻ്റെ 2 സ്റ്റിച്ചും ഒരേ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ? നെക്കിൻ്റെ സ്റ്റാർട്ടിങ് ഒരേ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി നെക്സ്റ്റ് ബാക്ക് പീസ് നമ്മൾ എങ്ങനെ വെക്കുക, എങ്ങനെ വെക്കുക എന്നാണ് കാണിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബാക്ക് പീസിൽ ഈ പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി അടിക്കുകയാണ്. ഓക്കെ, 1/2 ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്ത് മടക്കി അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് മാർക്കിങ് നല്ല വശത്താണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് നല്ല ഭാഗത്ത് ഇത് വെക്കണം കേട്ടോ. മാർക്കിങ് മുൻപീസിലാണ് മാർക്കിങ് ചീത്ത വശത്ത് വന്നിട്ടുള്ളത്. ബാക്ക് പീസിൽ നല്ല വശത്താണ് മാർക്കിങ് വന്നിട്ടുള്ളത്. മാർക്ക് ചെയ്തപ്പോൾ വശം മാറിപ്പോയതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോൾ നമ്മളൊരു പീസ് വെച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിലും തുമ്പിനെ താഴോട്ടിട്ടിട്ട് ആ തുമ്പും ആ ക്ലോത്തും തമ്മിൽ പ്രസ് ചെയ്തിരിക്കണം. അപ്പോൾ കുറച്ച് ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് കണ്ടോ? സ്റ്റിച്ച് കാണില്ലല്ലോ, ഉള്ളോട്ട് പോയില്ലേ? ചുളിവില്ലാതെ നല്ല രീതിയിൽ കേട്ടോ, ചുളിവില്ലാതെ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതിൽ കറുപ്പ് നൂലിടണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മനസ്സിലാവാനാട്ടോ. ഏത് വഴിയിലൂടെ വന്നു നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് വിചാരിച്ചിട്ടാണ് കേട്ടോ. സെയിം നൂലിട്ടാലാണ് ബ്ലൗസ് ഒന്നും കൂടെ നമുക്ക് ഫിനിഷിങ് ഉണ്ടാവുക. പക്ഷെ ബ്ലാക്ക് നൂലിടുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ? താഴ്ഭാഗത്ത് സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളോട്ട് പോയി. ഓക്കെ, മുകൾ ഭാഗത്ത് ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമേ കാണുന്നുള്ളൂ ഫിനിഷിങ് ആയിട്ടോ. ഇനി നമ്മൾ മാറ് വെക്കുക കേട്ടോ. ഇതിൻ്റെ മാർപ്പീസിന് നമുക്ക് വേണ്ടത് ഇതിൻ്റെ നീളം നോക്കുക. നീളത്തിലേക്ക് നമ്മളൊരു 2 ഇഞ്ച് കൂടുതൽ എടുക്കുക കേട്ടോ.
നീളത്തിലേക്ക് 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഇത് 9.5 അപ്പോൾ 9.5യിലേക്ക് 2 ഇഞ്ച് കൂട്ടുമ്പോൾ 9.5 11.5 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. വളഞ്ഞൊരു ക്ലോത്താണ്, ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മൾ 2.5 കേട്ടോ, 2.5 ഇഞ്ച് വീതി, 2.5 വീതി. പതിനൊന്നര, ഇത് കറക്റ്റാണ് കേട്ടോ, 11.5. ഇവിടെ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യാണ്ട്. ഇത് ഏത് ഭാഗത്തെന്ന് വെച്ചാൽ ഇടത് ഭാഗത്ത് നമ്മളിങ്ങനെ ഹോള് തുന്നൂലേ, ലൂപ്പ് എന്ന് പറയില്ല, ആ സാധനം ഇങ്ങനെ തുന്നൂലേ, ആ ഭാഗത്താണ് 2.5 ഇഞ്ചിൻ്റെ പീസ് വെക്കേണ്ടത് കേട്ടോ. അപ്പം നോർമലി നമ്മൾ തുന്നി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് തുന്നി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഉള്ളോട്ട് മറിച്ചാൽ മതി. അതെല്ലാം നമ്മൾ ഇതുമ്മൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തുനിന്ന് മേലോട്ടാണ് മറിക്കേണ്ടത്. മനസ്സിലായോ? ആദ്യം നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 1/2 ഇഞ്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിങ്ങോട്ട് മറിച്ചിടുന്ന രൂപമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ തുന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് 1 ഇഞ്ച് ഇട്ടതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ? നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. താഴോട്ട് 1 ഇഞ്ച് ഇട്ടിട്ട് താഴ്വശത്ത് വെക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ മറിക്കണത് കാണിക്കാം, മറ്റേത് ഈസിയാണല്ലോ വെക്കാൻ. അങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക. ഇങ്ങനെ കണ്ടോ? സെൻറ്റർ മടക്കുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരൂലേ, ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരില്ലേ ചെയ്യണത്. അപ്പോൾ താഴ്ഭാഗം ഫിനിഷിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഉണ്ടോ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ 1/2 ഇഞ്ചിനെ ഈ പീസിനേക്കാളും ഒരു 1/4 ഇഞ്ച് കൂടുതൽ ഇങ്ങോട്ട് വെക്കുക, താഴ്ഭാഗത്തെ പീസ്. മനസ്സിലായോ? ഇതിപ്പോൾ ഇങ്ങനെ മടക്കി കണ്ടോ, ഇങ്ങോട്ട് മടക്കി. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് കൂടുതൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് വേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി. കണ്ടോ? നമ്മളത് മറിക്കുകയാണ്. ഇവിടെ താഴ്ഭാഗത്ത് റെഡിക്ക് വന്നില്ലേ? ഓക്കെ. കണ്ടോ? താഴെ റെഡിക്ക് വന്നതിനൊപ്പം വന്നത് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കിയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ മൊത്തം അളവിനെ ആദ്യം 1/2 ഇഞ്ച് വിടുക. മുകൾ ഭാഗത്ത് ആദ്യം 1/2 ഇഞ്ച് വിടുകയാണ് കേട്ടോ.
1/2 ഇഞ്ച് എന്തിനാണ് വിടുന്നത്? ഇവിടെ നെക്കിന് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വരും, സ്റ്റിച്ച് ചെയ്ത് പോകും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഈ അളവ് എത്രയും നോക്കുക. ഒരു ഉക്ക് വെക്കണം ഓൾറെഡി, ഇവിടെ ഒന്ന് വെക്കണം അല്ലേ. അപ്പം ഇതിൻ്റെ സെൻറ്ററത്ത് കണ്ടെത്താൻ നമ്മൾ 9 നമ്മൾ 4 കൊണ്ട് അരിക്കുക ചെയ്യണം കേട്ടോ. 4 കൊണ്ട് അരിക്കുമ്പോൾ 2.25 ഉണ്ടാവും. 2.25 ബ്ലൗസ് ആയതുകൊണ്ടാണ് 4 കൊണ്ട് അരിക്കണത് കേട്ടോ. 1 വീണ്ടും 2.25 മാർക്ക് ചെയ്തു. 2 3 ഓക്കെ. അപ്പോൾ നമുക്ക് 5 1 2 3 4 5 ഉക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിന്നുത്തി കൊടുത്തോണ്ട് കേട്ടോ. അപ്പോൾ അത് നിൽക്കുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് നിൽക്കാൻ ഒരു പിന്നുത്തി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കെട്ടിട്ട് കൊടുക്കുക. ഇവിടെ ഒരു കെട്ടിടുക, നിർത്തുക. എന്നിട്ട് നമ്മൾ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അതേപോലെ ഇങ്ങോട്ടും പോയിൻ്റ് ഇട്ടു. കണ്ടോ? ഇത് കെട്ടിട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൊളുത്തുമ്പോൾ പൊട്ടി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ പോയിൻ്റ് 1 നിർത്തുക. നമ്മൾ ഈ ലൈനിൻ്റെ പോയിൻ്റ് 1 നിർത്തിയിട്ട് ലൈനിക്ക് വേണം നമ്മൾ ഇത് ചെയ്യാൻ, ചെരിവ് വരാൻ. ഓക്കെ, കണ്ടോ? ലൈനിക്ക് വന്നു. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈനിക്ക് എത്തരുത്, ലൈനിൻ്റെ മുമ്പ് ഇവിടെ നിർത്തുക. ഓക്കെ, ലൈനിലായിരിക്കണം നമ്മൾ കോണായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ബ്ലൗസ് എപ്പോഴും നമ്മൾ ലൂപ്പ് ഹോൾ തുന്നുകയാണ് നല്ലത് കേട്ടോ. ഇതിനേക്കാളും ഇത് നമുക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. പെട്ടെന്ന് ഒരു അഴിഞ്ഞൊക്കെ നിൽക്കും. മറ്റേതാവുമ്പോൾ ആ കറക്റ്റിൽ അവിടെ കുടുങ്ങി കിടക്കും. അപ്പോൾ നമ്മൾ മുൻപീസിൽ ചെയ്തു കേട്ടോ. ഇനി നമ്മളിതിൻ്റെ മുൻപീസ് പറയുമ്പോൾ ഇടത് ഭാഗത്തെ പീസ്, ഇനി വലത് ഭാഗത്തെ പീസിലാണ് നമ്മൾ ഉക്ക് വെക്കണ ഭാഗമില്ലേ, ഉക്ക് വെക്കുന്ന ആ ഭാഗത്ത് അവിടേക്ക് നമുക്ക് 1.5 ഇഞ്ച് വീതി മതി കേട്ടോ. ക്ലോത്ത് 1.5 ഇഞ്ച് വീതിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നര കിട്ടണ ഇവിടെ നോക്കാം. 1.5 1.5 ഓക്കെ. 1.5 ഇഞ്ചിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതേപോലെ മേലെയും താഴെയും നമ്മൾ ഓരോ ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന്
പ്രസ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു നമ്മൾ ക്ലോത്ത് വെക്കുന്ന സമയത്ത് ആ തുമ്പും ആ വെക്കുന്ന പീസും തമ്മിൽ ടച്ചായിരിക്കണം എന്നല്ലേ. അതേപോലെ നമ്മളൊന്നിവിടെ 1/4 ഇഞ്ചിൽ മടക്കി അടിക്കുകയാണ് കേട്ടോ. കാലും പോയിൻ്റ് ഒന്നും, കാലും പോയിൻ്റ് ഒന്നും, അരയിലേക്ക് പോകണ്ട, കാലും പോയിൻ്റ് ഒന്നും മതി കേട്ടോ. അതിനുള്ള വീതിയാണ് ക്ലോത്ത് ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര മതി എന്ന് പറയണത്. ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇതിനെങ്ങനെ പീസ് ഇങ്ങനെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തു. ഇവിടെ മടക്കി കൊടുത്തു കേട്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് ഇതിനെ ഉള്ളോട്ടാണ് മടക്കുന്നത് കേട്ടോ. കണ്ടോ, ഉള്ളോട്ട് മടക്കുക ചെയ്യണത്. എന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെയാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഈ ഭാഗത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഷോൾഡറും കൂട്ടണതിൻ്റെ മുമ്പ് നമ്മൾ അളവുകളില്ലേ, അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അളവുകൾ എത്രയാണ് പറഞ്ഞിരുന്നു? 7.75 7.75 കിട്ടിയത് ബാക്ക് പീസിൽ നിന്ന് 4/4 ഇഞ്ച് ഫ്രണ്ട് പീസത്തത് ബാക്ക് പീസിലേക്ക് പോയപ്പോൾ ഇവിടെ കുറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഈ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഇടത് ഭാഗത്തെ പീസിൽ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 7.75 മാർക്ക് ചെയ്യണത്. ഓക്കെ. ഇത് നമ്മളെ ഷേപ്പ് റൗണ്ടിനെ 4 ഭാഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അളവായിരുന്നു കേട്ടോ. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് 10.5 ആയിരുന്നു അല്ലേ നമ്മൾ മാർക്ക് ചെയ്തത്. 10.5 ഇഞ്ചാണ് കേട്ടോ. അതേപോലെ ഇതിലും നമ്മൾ മാർക്ക് ചെയ്യാം 10.5. അപ്പോൾ ഈ 10.5 കിട്ടിയത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ചെസ്റ്റ് അളവിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ 10.5 കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അതേപോലെ ബാക്ക് പീസിലും നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ബാക്ക് പീസിൻ്റെ താഴ്ഭാഗത്ത് 8.5 + 3/4, അപ്പോൾ 9.25 നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ. അതേപോലെ ഇവിടെ നമ്മൾ 9.25 മാർക്ക് ചെയ്യണം. അതേപോലെ ഇവിടെ 10.5 നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. 10.5 നമ്മൾ മാർക്ക് ചെയ്യണത്. അതേപോലെ ഇവിടെ 10.5 മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടുക ചെയ്യണത്. ഓക്കെ. ഷോൾഡർ കൂട്ടിയിട്ട് ഷോൾഡർ യോജിപ്പിക്കുക. 2 ഭാഗത്തും ഷോൾഡർ യോജിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ അരയും പോയിൻ്റ് ഒന്നുമാണ് ആ സൈഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കാലും പോയിൻ്റ് ഒന്നിലും ചെരിച്ച് ചെയ്യുക കേട്ടോ. 2 ഭാഗം ഷോൾഡർ കൊടുക്കണം. അപ്പോൾ ബാക്ക് പീസ് വീതി കൂടുതലും മുൻ പീസ് രണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഓക്കെ. നമ്മൾ ബോഡി കൂട്ടുകയാണ് കേട്ടോ. നമ്മളെ മാർക്കിംഗ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ മാർക്കിങ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതും ഇവിടെയും തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യണത്. കണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് സ്കെയിൽ വെച്ച് തന്നെ വരച്ചു കൊടുക്കുക. സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞൊന്നും പോവരുത്. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം കേട്ടോ. ഈ ലൈന് കണ്ടോ, ഈ രീതിക്ക് തന്നെ വരണം. വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൃത്തികേട് ഉണ്ടാവും.
ഇങ്ങനെ വരണം കേട്ടോ. ഇവിടെ 1 ഇഞ്ച് നമ്മൾ വിടുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് വിട്ടിട്ട്, കാരണം കൈ നമ്മൾ റൗണ്ട് ചെയ്തിട്ടല്ലേ ചെയ്യണത്, നമ്മൾ നോർമലി ചുരിദാർ ചെയ്യണ പോലെയാണ് ചെയ്യണത്. ഓക്കെ, അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മാർക്കിങ്, ഇതാണ് ഇതിൻ്റെ മാർക്കിങ്. മാർക്കിങ് കറക്റ്റാക്കി വെക്കുക. കണ്ടോ, ഈ മാർക്കിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ ഗ്യാപ്പ് കണ്ടില്ലേ? ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ താഴ്ഭാഗത്ത് ബാക്ക് പീസത്തെ അളവ് ബാക്ക് പീസിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് കേട്ടോ. ഇതേപോലെ ടാപ്പ് വെച്ച് തന്നെ വരച്ചു കൊടുക്കുക. 1 ഇഞ്ച് വിട്ടുകൊടുക്കുക. എത്ര ഇതൊക്കെ വേസ്റ്റ് ക്ലോത്തുകളാണ്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ഇനി വേസ്റ്റ് പീസിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഇവിടെ നമ്മൾ ഈ വേസ്റ്റ് ഒഴിവാക്കുകയാണ്. വേസ്റ്റ് ഒഴിവാക്കാൻ മീൻസ് തുമ്പ് മൊത്തം കട്ട് ചെയ്യണ്ട കേട്ടോ. തുമ്പ് എവിടെ വേണോ വേസ്റ്റായിട്ട് നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ ഒഴിവാക്കിയത്. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടോ ബ്ലൗസായി, എത്ര സിമ്പിളായിട്ടാലേ ബ്ലൗസായത്. ഇനി നെക്ക്, കൈ, ഈ 2 പണിയാണ് ഇതുമ്പോൾ നമുക്കുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കുക ബോഡി എങ്ങനെ ഉണ്ടെന്ന്. ഇത്ര ഗ്യാപ്പിലാണ് ഇത് വരുന്നത്. കണ്ടോ, നമ്മൾ മുകൾ ഭാഗത്ത് ഒന്നും മൈനസ് ചെയ്യില്ല, ബാക്ക് മാത്രമാണ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാക്കിൽ ഇത്ര ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ. കൈയാണിത്, കൈയിൻ്റെ നല്ല വശമാണിത്. അപ്പോൾ നല്ല വശം ആയിരിക്കണം. ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരേണ്ടതാണ്, കുഴിഞ്ഞ ഭാഗം. കണ്ടോ, നിങ്ങൾ കൈ മടക്കിടിക്കണ സമയത്ത് മാറിപ്പോവരുത്. മടക്ക് മാറിപ്പോവുക, ക്ലോത്ത് മനസ്സിലാവാതൊക്കെ പോയാൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ നിൽക്കേ തന്നെ മടക്കി വെക്കണം. ഇങ്ങനെ ബ്ലൗസിൻ്റെ കൈ നിൽക്കേ ഒന്നിച്ചിരിക്കന്നെ മടക്കി വെക്കണം. സെപ്പറേറ്റ് എടുക്കരുത്. എടുക്കണ മുമ്പ് തന്നെ കണ്ടോ മടക്കി. അതേപോലെ ഈ ഭാഗം ഉള്ളോട്ട് മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈയിൻ്റെ ഇത് ഭാഗം മാറുന്ന പ്രോബ്ലം വരില്ല കേട്ടോ. നമുക്ക് നല്ല വശം ഉൾവശം ഇല്ലാത്തൊരു ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഇനി ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല. ആ ഒരു പ്രശ്നം ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്ലൗസിന് കൈ വീതിയിൽ ഉപയോഗിക്കണവരും വീതി കുറഞ്ഞ് ഉപയോഗിക്കണവരൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അഭിരുചി അനുസരിച്ച് കൂടുതലും കുറക്കൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ഏകദേശം രീതിയാണ് ഈ ചെയ്യണത്. ഓക്കെ, അങ്ങനെ നമ്മൾ കൈയിൻ്റെ താഴ്വശം മടക്കിയടിച്ചു. അതേപോലെ ഇവിടെയും മടക്കിയടിച്ചു കേട്ടോ. ബ്ലൗസ് അത്ര വലിയ കാര്യമായിട്ട് നമുക്ക് പേടിയുള്ളൊരു കാര്യമാണ് ബ്ലൗസ്. റെഡിയാവുമോ, ഞാൻ കട്ട് ചെയ്താൽ റെഡിയാവുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ സിമ്പിളാണ് കേട്ടോ. നമ്മളത് കറക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇത് സിമ്പിളാണ്. ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ കൈ വെക്കുകയാണ്. ഓക്കെ, കൈ വെക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് വശം ഇത് അല്ലേ. അപ്പോൾ കൈ ഇങ്ങനെ വെക്കുക. നല്ല ഭാഗമാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് കേട്ടോ, ഇതല്ലേ ഫ്രണ്ട് ഭാഗം, ഈ ഭാഗത്തേക്ക് ഈ ഭാഗം വന്നു, ഇങ്ങനെ വരണം. അതേപോലെ ഈ തുമ്പ് ബാക്ക് വശത്തേക്ക് ഇടണം കേട്ടോ. ഫ്രണ്ടിക്ക് വരരുത്, ഷോൾഡർ തുമ്പ് ബാക്കിലേക്ക് ഇടണം. ഫ്രണ്ടിക്ക് വന്നാൽ നെക്കിൻ്റെ ഒരു വൃത്തി പോകും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. സെൻറ്ററിൽ നിന്ന് കൈ വെക്കുക. ഒരിക്കലും താഴ്ഭാഗത്തു നിന്ന് മേലോട്ടോ മേലിന്ന് താഴോട്ടോ വെക്കരുത്. ഫ്രണ്ടിൽ നിന്ന് 2 വശത്തേക്കും വെക്കുക കേട്ടോ. അതേപോലെ കൈയും നമ്മളെ ഈ ഭാഗം മുൻവശത്തേക്ക് വന്നു. ഇതിൻ്റെ മുൻവശം
ഉണ്ടോ ഈ ഭാഗം മുന്നിൽ തന്നെ വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ പിടിച്ചു പോകും. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് കാണിക്കണത്. നിങ്ങളെടുത്ത് പറയണത് ഇതാണ് ഇതിൻ്റെ മുൻവശം. ആ മുൻവശത്തേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗം വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഭാഗം റെഡിയായ രണ്ടാമത്തെ ഭാഗം ഓട്ടോമാറ്റിക്കലി റെഡി ആവും. നമ്മൾ ശരിക്കും വെച്ചതാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിൽ റെഡി ആവും കേട്ടോ. പിന്നെ ഇത് കയ്യും പിന്നെ ക്ലോത്തിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തും നമ്മളെ ബോഡി പാർട്ടിലെ ആം ഹോളിൻ്റെ ഭാഗവും കയ്യും വലിക്കരുത്. നമ്മൾ ഇത് ചെയ്യണ സമയത്ത് ചിലർ വലിക്കരുത് കേട്ടോ. വലിച്ചിട്ടുണ്ടെങ്കിൽ ചുളുക്കം വരും. വലിക്കാതെ ചെയ്യട്ടോ. രണ്ടാമത് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ കൈയായിരുന്നു മേലെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വശം ചെയ്യുമ്പോൾ കൈയാണ് താഴെയുള്ളത് കേട്ടോ. അങ്ങനെ ഒരു കൈ ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഞങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു നേരത്തെ. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ 1 ഇഞ്ച് വിട്ടിട്ട് വേണം ഷേപ്പ് ചെയ്യാനെന്ന്. അല്ലെങ്കിൽ ഇവിടെ പൊങ്ങിക്കുന്നപ്പോൾ ഷേപ്പ് ഇവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൊങ്ങിക്കാത്തത്. അല്ലെങ്കിൽ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാതെ പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ ഈ ഭാഗവും ചെയ്യാം. ഇതിൻ്റെ തുമ്പ് ബാക്ക് ഭാഗത്തേക്ക് ഇടുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ കണ്ടോ നമ്മളെ മാർക്കിംഗ് ഉള്ളത് ഇവിടെയാണ് അല്ലേ. കണ്ടോ, നല്ല ഭാഗവും വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. അപ്പം അത് ഇപ്പോൾ ഒരു ഭാഗം റെഡി ആണെങ്കിൽ നമ്മളെ കാൽക്കുലേഷനും കാര്യങ്ങളും പിന്നെ മാർക്ക് ചെയ്തതൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ മറുവശം ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയായി വരും. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റാണ് എല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് അത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ മനസ്സിലാക്കാൻ കഴിയും. ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിൽ ബ്ലൗസിൻ്റെ ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ 290 രൂപ അടച്ചാൽ മതി. ലൈവ് ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് A to Z കേട്ടോ. അപ്പോൾ നമ്മൾ 2 ക്ലോത്തും വലിക്കണില്ല കണ്ടോ. നമ്മൾ വലിക്കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 2 ക്ലോത്തും വലിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഘടകം കേട്ടോ. വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിരിച്ചിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കയ്യും വെച്ചു അല്ലേ. കണ്ടോ, നമ്മൾ കൈ വെച്ചു. ഈ താഴ്ഭാഗത്ത് 12 ഇഞ്ചായിരുന്നു ലൂസ് പറഞ്ഞിരുന്നത്. കൈയിൻ്റെ താഴ്വശം 12 ഇഞ്ചാണ് ലൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ നമ്മളെ ഇവിടുത്തെ ചുറ്റളവ് 9.25, തുമ്പടക്കം 9.25 ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരുന്നു. അപ്പോൾ കട്ടിങ് സമയത്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. അതിൽ പഴുവ് വരരുത്. അതിൽ പഴുവ് വന്നാൽ കൈക്കുഴി കുറഞ്ഞു പോവും. അപ്പോൾ അത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പന്ത്രണ്ടല്ലേ പറഞ്ഞത്, അപ്പോൾ 6 കേട്ടോ. 6 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ അളവ് ഇതാ, ഈ അളവിൽ നിന്ന് ഇതിലേക്ക് വരച്ചു കൊടുത്തു.
തുമ്പ് രണ്ടും മേലോട്ട് വരണം കേട്ടോ. അതേപോലെ ഈ കൈയും. ഇനി നമുക്ക് നെക്കാണ് ചെയ്യാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നെക്കാണ് ചെയ്യാനുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് 6 ഇഞ്ച്. വളരെ സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് കോൺഫിഡൻ്റായിട്ട് ബ്ലൗസ് ചെയ്യാം കേട്ടോ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയാനുള്ളത് പേടിച്ചിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് പേടിയില്ലാതെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണ എല്ലാ ടിപ്സും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ട് നെക്കാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞിരുന്നു ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. കണ്ടോ, ഒരേ ലെവലിൽ കിട്ടാൻ സ്കെയിലിൻ്റെ വീതി മാർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എല്ലാം ഒരേ കണ്ടോ, എല്ലാം നമുക്ക് ഒരേ വീതിയിൽ കിട്ടാനുള്ള മാർഗ്ഗമാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കണ്ടോ, എന്നിട്ട് നമ്മൾ ഈ തുമ്പിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്കാണ് ചെയ്യണത് കേട്ടോ. നെക്ക് കുറച്ച് ദൂരം ഉണ്ട് കണ്ടോ, അത്യാവശ്യം നീളമുള്ള നെക്കാണ്. നല്ല ഭാഗത്ത് വെക്കുക. നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു 3/4 ഇഞ്ചോളം പുറത്തോട്ട് വിടുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലല്ലേ നമ്മൾ ഇവിടെ ഇതിട്ടത്, അതിൻ്റെ തൊട്ട് മേലെ കൂടെ സ്റ്റിച്ചിങ് പോകണം കേട്ടോ. നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ കറക്റ്റ് ലൈനുമ്മ കൂടെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പോകണം. വലിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് പോയാൽ മതി. ഓക്കെ, സ്റ്റിച്ചിങ് ഭയങ്കര പണിയാണ്. ഇതിനെക്കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എവിടെയാണോ നമുക്ക് കഴിയില്ല എന്ന് തോന്നിയത് അവിടെ നമ്മളെ പരാജയങ്ങളെ തുടക്കമാണ് കേട്ടോ. നമുക്ക് കഴിയുന്ന തോന്നുന്നിടത്താണ് നമ്മളെ വിജയങ്ങളെ തുടക്കം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ നോക്കുക. ഇതും കറക്റ്റിൽ സ്റ്റിച്ച് വന്നിട്ടുണ്ടോ നോക്കുക കേട്ടോ. ഇത് രണ്ടും കറക്റ്റിൽ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. വന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇത് രണ്ടും കറക്റ്റിൽ വന്നിട്ടുണ്ടോ നോക്കുക. ഇനി നമ്മളൊരു കത്രികൻ്റെ ഈ തുമ്പ് ഇതിനോട് നെക്ക് സ്റ്റിച്ചിങ് തട്ടാത്ത രൂപത്തിൽ, നെക്ക് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ് തട്ടാത്ത രൂപത്തിൽ ജസ്റ്റ് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ബാച്ച് നമ്മൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങും കേട്ടോ. ബ്ലൗസിൻ്റെ മാത്രം ക്ലാസ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ച് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. 80 86 81 49 49 കോണ്ടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 96 56 51 51 52 കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തു. കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണത് ഈ തുമ്പിനെ ഉള്ളോട്ടാക്കിയിട്ട് കണ്ടോ, ഉള്ളോട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യണത്. കണ്ടോ, തുമ്പിനെ ഉള്ളോട്ട് കവർ ചെയ്യണം. തുമ്പിനെ കവർ ചെയ്യാനുള്ളതാണ് ഈ പീസ് കേട്ടോ. ഓക്കെ,
കണ്ടോ, തുമ്പിനെ കവർ ചെയ്യാനുള്ളതാണ് ഈ പീസ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, നല്ല ഭാഗമാണിത് കേട്ടോ, നല്ല ഭാഗമാണ് ഇത്, ശ്രദ്ധിച്ചോളൂ. ഇതാണ് തുമ്പ്. ഓക്കെ, ഇതിനെങ്ങനെ പിടിക്കുക, ഉള്ളോട്ട് പിടിക്കുക. എന്നിട്ട് ഇതേപോലെ മൊത്തം കവർ ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മൾ മുകൾ വശത്ത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കവർ ചെയ്തിട്ട് കണ്ടോ, മുകൾ ഭാഗത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യണത് കേട്ടോ. മറിച്ചിട്ടു. ഒരുപാട് നീളമുണ്ടല്ലേ അതിനക്ക്. ഓക്കെ, കണ്ടോ. ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്ലോത്തിൽ കട്ടിങ് കുടുങ്ങാതെ നോക്കണം കേട്ടോ. ഇനി ചെയ്യുമ്പോൾ കുടുങ്ങാനുള്ള സാധ്യതയില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇങ്ങനെ കത്രിക വെച്ച് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടിയിലത്തെ തുണിക്ക് വെട്ട് കുടുങ്ങാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ സ്റ്റിച്ചിടാം. ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെ സൂചി നൂലും വെച്ചിട്ട് തുന്നിട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ നമ്മൾ സൂചി നൂലും വെച്ച് തുന്നിടുക എന്നാണ് കാണിക്കുന്നത്. സ്റ്റിച്ചിടുന്നപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് എല്ലാവർക്കും അറിയില്ലോ, തുന്നിടാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂചി നൂലെടുക്കുക, ഇതിങ്ങനെ മടക്കുകയാണ് ആദ്യം ചെയ്യണം കേട്ടോ. ഉള്ളോട്ട് മടക്കിയിട്ട് വീണ്ടും ഇത് ഉൾവശത്തേക്ക് മടക്കുകയാണ് ചെയ്യണത്. കേട്ടോ, ഇങ്ങനെ മടക്കിയിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കുക എങ്ങനെയാണെന്ന്. നെക്സ്റ്റ് നമ്മളിതാ ഇത് തുന്നിയാണ് കേട്ടോ. ഇത് സൂചി, ഇത് നൂലിൻ്റെ താഴ്ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്തേക്കണം. ഓക്കെ, കണ്ടോ, ഇത് നെക്കിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടോ, നെക്കിൻ്റെ ബാക്ക് വശം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ആദ്യം തുന്നണത്. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടെ പുറത്തോട്ട് കാണൂലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുന്നുക. ഇങ്ങനെ തുന്നിയതിന് ശേഷം നമ്മൾ ഈ കെട്ടിനെ ഇതിൻ്റെ ഉള്ളോട്ട് കണ്ടോ, കെട്ടിനെ ജസ്റ്റ് ഉള്ളോട്ട് വെച്ചതിന് ശേഷം നമുക്ക് എവിടുക്കാണോ ഇപ്പോൾ ഈ സൂചി തിരിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിരിക്കുക. ഈ പീസ് ഇതാ ഇതിൻ്റെ ഉൾവശത്ത് കൂടെയാണ് ഇപ്പോൾ പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ നൂലൊന്നും കാണൂല കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതേപോലെ കറക്റ്റാക്കി കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ കെട്ട് നമ്മൾ ഇവിടെ എടുത്തു കേട്ടോ. ഇനി ഇങ്ങോട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടോ, ഇങ്ങോട്ട് വേണമെങ്കിൽ ചെയ്യാം. ചെയ്തില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ചെയ്താൽ വൃത്തികേടാവണ രൂപത്തിൽ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഉണ്ടോ, എന്നിട്ട് നമ്മൾ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, ക്ലാസ്സിലുള്ളവർ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഒന്ന് ഇപ്പോൾ വീഡിയോ ആകുമ്പോൾ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻ ഉള്ളതെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് പിടിക്കുക കണ്ടോ. ഇങ്ങോട്ട് പിടിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത ഈ സംഭവമില്ലേ, മടക്കി തുന്നിയ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നൂലിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നൂല് ചെയ്യുമ്പോൾ നൂല് മൊത്തം പുറത്തായിരിക്കും അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യില്ല. നൂലിനെ കാണാത്ത രൂപത്തിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു കുഞ്ഞു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഒരു ചുറ്റിട്ട് കൊടുത്ത്, ഒരു ചുറ്റിടുന്നത് ഇതിനെ കെട്ടിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ ഇങ്ങോട്ട് കൊടുത്ത്, ഇപ്പോൾ
കണ്ടോ, ഇവിടെയും കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല. നമ്മളെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പോയിൻ്റ് മാത്രമേ കാണുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൂടെ നൂലിടുന്നത്. ഓക്കെ, എന്നിട്ടൊരു കുഞ്ഞു ഡോട്ടിലിട്ട് കൊടുക്കുക. കുഞ്ഞു ആയിരിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. ഒന്നും കൂടെ കാണിക്കാം. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ കണ്ടോ, നമ്മുടെ നെക്കിൻ്റെ പീസിൻ്റെ ഉള്ളിലൂടെയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഒരു കുഞ്ഞു സ്റ്റിച്ച് നമ്മളെ ബ്ലൗസുമ്മ കെട്ടിടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു കെട്ട് വന്നു. കണ്ടോ, കെട്ട് വരുമ്പോൾ ഒരു അഴിഞ്ഞു പോവാതെ നല്ല നീറ്റായിട്ട് കിട്ടും. കെട്ട് വരണം. കണ്ടോ, വീണ്ടും നമ്മൾ ഇതിനുള്ളിലൂടെ, ഇനി ഇത്ര അടുത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യാം കേട്ടോ. ഈ നെക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഈ നൂല് പോയിട്ടുള്ളത്. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്ത്, അപ്പോൾ ഇങ്ങനെയാണ് തുന്നേണ്ടത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ മൊത്തം തുന്നാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ നോക്കാം കേട്ടോ. ഇത് തുന്നിയെടുക്കുമ്പോൾ ഒരുപാട് സമയം പോവും. ഓക്കെ, അങ്ങനെ നമ്മളെ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ടിപ്സും ക്ലാസ്സിൽ പറഞ്ഞു തന്ന എല്ലാ ടിപ്സും അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനൊരു ബ്ലൗസ് കിട്ടുള്ളൂ. ഓക്കെ, ഒരു പഴയ വെള്ള തുണി കഞ്ഞിവെള്ളം മുക്കി അയൺ ചെയ്തിട്ട് അതിലായിരിക്കണം ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. സ്വന്തം അളവിൽ ചെയ്യുക. ആരളവിലും ട്രൈ ചെയ്യേണ്ട. സ്വന്തം അളവിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എങ്ങനെ തുന്നണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്തായിരുന്നു, ബ്ലൗസ് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്നാണ്. അപ്പോൾ കട്ടിങ് അല്ല സ്റ്റിച്ചിങ് ആണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നാളെ 11 മണിക്കുള്ള ലൈവ് ക്ലാസ്സിൽ വരും കേട്ടോ. പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഇപ്പോൾ ക്ലാസ്സിൽ ഉള്ളവരോടായാലും ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ക്ലാസ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളാണെന്നും സ്വന്തമായിട്ട് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പേടിച്ച് നിൽക്കുന്നവരുണ്ടാവും, കട്ട് ചെയ്യാൻ പേടിയായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഒരുപാട് പേര് എൻക്വയറി നടത്താറുണ്ട്, ബ്ലൗസ് മാത്രം പഠിപ്പിക്കുകയോ ചോദിച്ചിട്ട്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് മാത്രം പഠിപ്പിക്കണ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 290 രൂപയാണ് അതിന് നമ്മൾ ഫീ ഈടാക്കുന്നത് കേട്ടോ. അതിൽ ഒരു ബ്ലൗസേ ഉണ്ടാവുള്ളൂ. 3 ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ അടച്ചാൽ 3 ബ്ലൗസിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. നോർമലും പിന്നെ പ്രിൻസസ് കട്ടും ക്രോസ് കട്ടിങ് ലൈനിങ് കിട്ടുന്നതെല്ലാം ഉണ്ടായിരിക്കും അതിൽ കേട്ടോ. അപ്പോൾ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ ഷർട്ട് മാത്രം പഠിപ്പിക്കുകയോ ചോദിച്ചാൽ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഷർട്ടിൻ്റെ ക്ലാസ്സും സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്, വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 6 മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. 500 രൂപക്ക് നിങ്ങൾക്ക് 5000 രൂപ 50000 രൂപ ആജീവനാന്തം ഏൺ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. നമ്മൾ 22-ാം തീയതി കേട്ടോ, 22-ാം തീയതി ശ്രദ്ധിക്കുക. 22-ാം തീയതി സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവിൽ പങ്കെടുക്കാൻ എല്ലാവരും ക്ഷണിക്കുകയാണ് കേട്ടോ. സ്റ്റിച്ചിങ് താല്പര്യമുള്ള എല്ലാവർക്കും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത ഒരു സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ ലൈവ് ക്ലാസ് ആ സമയത്ത് നിങ്ങൾക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്ത് നോക്കാനും അതേപോലെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ 22-ാം തീയതി രാവിലെ 11 മണി മുതൽ ലൈവിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ A-to-Z അക്കാദമിൻ്റെ സ്റ്റിച്ചിങ് ഐഡിയാസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് നമ്മളത്. അപ്പോൾ അതിലെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ് 22-ാം തീയതി രാവിലെ 11 മണിക്ക്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.